ശ്രീകൃഷ്ണൻ തന്റെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും രാധയെയും അദ്ദേഹത്തിന്റെ പുല്ലാങ്കുഴലിനെയും മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഓടക്കുഴൽ എപ്പോഴും ഭഗവാൻ ശ്രീകൃഷ്ണൻ കൂടെ സൂക്ഷിച്ചിരുന്നത്. പക്ഷേ രാധയും കൃഷ്ണനും അവർ ഒരിക്കലും ഒന്നിച്ചിരുന്നില്ല. കാരണം അക്കാലത്ത് മധുരയിലെ ക്രൂരനായ ഭരണാധികാരി ആയിരുന്ന കംസനെ വധിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ശ്രീകൃഷ്ണന്റെ അമ്മാവനായ കംസരാജാവ് കൃഷ്ണനെ വധിക്കാൻ പലതവണ ശ്രമിച്ചിരുന്നു. കൃഷ്ണൻ വൃന്ദാവൻ വിട്ട് മധുരയിലേക്ക് കംസനെ വധിക്കാൻ പുറപ്പെട്ടതോടെ അവരുടെ വേർപിരിയലിന്റെ ആദ്യഘട്ടം ആരംഭിച്ചു. കംസനുമായുള്ള ഏറ്റുമുട്ടലിൽ കൃഷ്ണൻ വിജയിക്കുകയും മധുര രാജ്യത്തിന്റെ നിയന്ത്രണം അദ്ദേഹത്തിന്റെ കയ്യിൽ വരികയും ചെയ്തു. അതിനുശേഷം രാധയെ അനുഗമിക്കാൻ അദ്ദേഹം തന്റെ ഒരു സഹയാത്രികനെ അവളുടെ ഗ്രാമത്തിലേക്ക് അയക്കുകയും ചെയ്തു. എന്നാൽ രാധ അതിന് വിസമ്മതിക്കുകയും കുടുംബത്തോടും സുഹൃത്തുക്കളോടുമൊപ്പം തന്റെ ഗ്രാമത്തിൽ താമസിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. കുറച്ചു കാലങ്ങൾ കഴിഞ്ഞു ശ്രീകൃഷ്ണനുമായി വീണ്ടും ഒന്നിക്കാനുള്ള ആന്തരിക വിളി രാധയ്ക്ക് അനുഭവപ്പെട്ടു. അവൾ ദ്വാരക സന്ദർശിക്കാൻ തീരുമാനിച്ചു. ദ്വാരകയിൽ എത്തിയപ്പോൾ രുക്മിണിയും സത്യഭാമയുമായുള്ള കൃഷ്ണന്റെ വിവാഹത്തെക്കുറിച്ച് അവൾ കേട്ടു. പക്ഷേ അതറിഞ്ഞെങ്കിലും അവൾക്ക് സങ്കടം തോന്നിയില്ല. രാധയെ കണ്ടപ്പോൾ കൃഷ്ണൻ വളരെ സന്തോഷിച്ചു. ഏറെ നേരം ഇരുവരും പരസ്പരം സംസാരിച്ചു. ദ്വാരകയിൽ രാധയെ ആർക്കും അറിയില്ലായിരുന്നു. കുറച്ച് ദിവസങ്ങൾ രാധ കൊട്ടാരത്തിൽ താമസിച്ചിരുന്നു. അവസരം ലഭിക്കുമ്പോഴെല്ലാം രാധ കൃഷ്ണനെ കാണാറുണ്ടായിരുന്നു. പക്ഷേ കൊട്ടാരത്തിൽ രാധയ്ക്ക് ശ്രീകൃഷ്ണനുമായുള്ള ആത്മീയ ബന്ധം പഴയതുപോലെ അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ ശ്രീകൃഷ്ണനുമായി ആഴത്തിലുള്ള ആത്മീയ ബന്ധം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊട്ടാരത്തിൽ നിന്ന് പോകാൻ രാധ തീരുമാനിച്ചു. കാരണം വേർപിരിയലിലും കാത്തിരിപ്പുമാണ് അവരുടെ പ്രണയത്തെ കൂടുതൽ തീവ്രമാക്കിയിരുന്നത്. താൻ എവിടേക്കാണ് പോകുന്നതെന്ന് രാധയ്ക്ക് അറിയില്ലായിരുന്നു. അവളുടെ അവസാന നാളുകൾ പൂർണ്ണമായും ഏകാന്തത നിറഞ്ഞതായിരുന്നു. രാധ എവിടേക്കാണ് പോകുന്നതെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ അറിയാമായിരുന്നു. അങ്ങനെ അദ്ദേഹം രാധയുടെ അടുത്തെത്തുകയും രാധ തന്നിൽ നിന്നും എന്തോ ആഗ്രഹിക്കുന്നുണ്ടെന്നും കൃഷ്ണന് മനസ്സിലായി. പക്ഷെ അദ്ദേഹം എത്ര ചോദിച്ചിട്ടും അവൾ ഒന്നും തന്നെ പറഞ്ഞില്ല. അവസാനം ശ്രീകൃഷ്ണന്റെ അഭ്യർത്ഥന പ്രകാരം അവൾ തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. ശ്രീകൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുന്നത് കേൾക്കണമെന്നായിരുന്നു രാധയുടെ ആഗ്രഹം. ശ്രീകൃഷ്ണൻ തന്റെ പുല്ലാങ്കുഴൽ എടുത്ത് വളരെ ശ്രുതിമധുരമായി ഈണത്തിൽ വായിക്കാൻ തുടങ്ങി. അദ്ദേഹം ഒരുപാട് നേരം ഓടക്കുഴൽ വായിച്ചു. അവൾ ആത്മീയമായി ശ്രീകൃഷ്ണനുമായി ലയിച്ചു. ഓടക്കുഴലിന്റെ ഈണം കേട്ടുകൊണ്ട് രാധ തന്റെ ശരീരം ഉപേക്ഷിച്ചു. രാധയുടെ മരണം സഹിക്കാനാകാതെ ശ്രീകൃഷ്ണൻ പ്രണയത്തിന്റെ പ്രതീകാത്മകമായ അന്ത്യം എന്ന നിലയിൽ ഓടക്കുഴൽ ഒടിക്കുകയും പിന്നീട് ഒരിക്കലും അദ്ദേഹം പുല്ലാങ്കുഴൽ വായിച്ചിട്ടേയില്ല. രാധേ രാധേ.